ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 26-ാം വാരം, സെപ്റ്റംബർ 30, തിങ്കളാഴ്ച. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ ദൈവഹിതം മനസ്സിലാക്കി എളിമയോടുകൂടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. തങ്ങളിൽ വലിയവൻ ആരാണെന്ന ശിഷ്യന്മാരുടെ തർക്കങ്ങൾക്ക് ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തിയിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവനെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടെ ദൈവവിശ്വാസത്തിലായിരിക്കുന്നവനെ ദൈവം തിരിച്ചറിയുന്നുവെന്ന് 1-ാമത്തെ വായനയിൽ ജോബിൻ്റെ പുസ്തകത്തിലൂടെ നാം ധ്യാനിക്കുന്നു. ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേരുമ്പോൾ സാത്താനും വന്നു ചേരുന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് മറുപടി പറയുന്നുണ്ട്. കർത്താവ് വീണ്ടും ചോദിക്കുന്നത് തൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ എന്നാണ്. അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ എന്ന്. നമ്മുടെ ഹൃദയവിചാരങ്ങൾ തിരിച്ചറിയുന്നവനാണ് ദൈവം. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തിയെന്ന്. നമുക്കറിയാവുന്നതുപോലെ ഒരു തുള്ളി ജലം സമുദ്രമല്ല, പക്ഷേ ഓരോ ജലത്തുള്ളിയും സമുദ്രത്തിൻ്റെതാണ്. അതുപോലെ നാം ആരും ദൈവമല്ല, പക്ഷേ നമ്മളെല്ലാം ദൈവത്തിൻ്റെതാണ്. സമുദ്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ജലഗണത്തിന് താൻ വലിയവനാണെന്ന് പറയണമെങ്കിൽ സ്വയം അഹങ്കരിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തമായ എനിക്ക് ഞാൻ തന്നെ എന്ന് പറയണമെങ്കിൽ ദൈവത്തെ മറന്നു കളയണം. ഒറ്റയ്ക്കാകാനാകാത്ത വിധം നാം ദൈവത്തിൻ്റെതാണ് എന്ന് അധരങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും പറയുവാൻ എനിക്ക് സാധിക്കട്ടെ. ബെത്ലഹേമിൽ കർത്താവ് ജനിച്ച ഗുഹയിൽ ജീവിച്ച് മരിച്ച വേദപാരംഗതനായ വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, സദാ എന്തെങ്കിലും വിനയത്തോടെ ചെയ്തുകൊണ്ടിരിക്കുക, എങ്കിൽ ദൈവമാകട്ടെ പിശാചാകട്ടെ നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ കരങ്ങൾ നിറഞ്ഞിരിക്കുമെന്ന്. തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എളിയവനായി ജീവിച്ച ക്രിസ്തുനാഥനെ പോലെ, ഏറ്റവും ചെറിയവനെ പോലെ ജീവിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവരായി തീരുവാൻ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം.